നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, നിനക്ക് ഈ പണിയൊക്കെ അറിയോ? പിന്നെ എന്ത് കരുതി എന്നെ പറ്റി? അല്ല, സാരി ഉടുക്കാൻ പോലും പാർലറിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തിയിരുന്ന നീ ഈ പണിയൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട. ഇതൊക്കെ എന്നെ അമ്മ പഠിപ്പിച്ചു. ഇപ്പൊ ഞാൻ എല്ലാ പണിയും ചെയ്യും. അപ്പോ മൊത്തത്തിൽ അങ്ങ് നന്നായല്ലേ? ആ, നന്നായി. എന്നാലും അപ്പച്ചിയുടെ വർത്താനം കേട്ടില്ലേ? നമ്മൾ ജയിച്ചത് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമ്മൾ ജയിച്ചുവെന്ന് തീർത്തു അങ്ങ് പറയാൻ വരട്ടെ അക്ഷരേ. എന്താ ഇങ്ങനെ പറയുന്നേ? ഹോസ്പിറ്റൽ തുറക്കുന്നതോടെ നമ്മൾ ജയിച്ചില്ലേ? അതിന് ഹോസ്പിറ്റൽ തുറക്കണ്ടേ? അപ്പോ നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലല്ലോ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അൺപ്രഡിക്റ്റബിൾ അല്ലേ? എന്തേലും പ്രശ്നമുണ്ടോ? എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ. ഏയ്, നിലവിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. പിന്നെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനത്തെ ചില ചിന്തകളുണ്ടാവും. നെഗറ്റീവിൻ്റെ എക്സ്ട്രീമിൽ നിന്ന് പുറകോട്ട് നടന്ന് ചിന്തിക്കുന്നത് എൻ്റെ ഒരു രീതിയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നേരിടാനുള്ള കരുത്ത് കൂടും. നാളെ ഹോസ്പിറ്റൽ തുറക്കും, മുമ്പത്തേതിനേക്കാൾ നന്നായി റൺ ചെയ്യും എന്നതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അത് നമ്മൾ നടത്തിയെടുക്കുക തന്നെ ചെയ്യും. പക്ഷേ നീയോ ജയശങ്കർ സാറോ കരുതുന്നത് പോലെ അത്ര എളുപ്പമുള്ള ഒരു എക്സ്പ്രസ് വേ അല്ലത്. നമ്മുടെ മുമ്പിൽ ഒരുപാട് സ്പീഡ് ബ്രേക്കറുകളുണ്ടാവും, ഹേർഡിൽസുകളുണ്ടാവും. അതെല്ലാം മറികടന്ന് വേണം നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ. എല്ലാം നടക്കും. ഇത്രയും നാളും നമ്മൾ രണ്ട് ദിശയിലേക്കല്ലേ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരേ മനസ്സോടെ ഒന്നിച്ചു മുന്നോട്ട് പോകുമ്പോ നമ്മുടെ മുന്നിൽ ഒരു തടസ്സം ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പാ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? ഇനിയും വിട്ടുപോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞു. നാളെ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദേവിക കൂടി അവിടെ ഉണ്ടാവണം. ദേവികയോ? അത് വേണോ? വേണം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗമായിരുന്നല്ലോ ദേവിക. ഹോസ്പിറ്റൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാള്. അപ്പോ ദേവികയും വേണം. നീ കാര്യമായിട്ട് പറയാണോ അതോ പഴയ വഴക്കിന്റെ എന്തെങ്കിലും ദേഷ്യം ബാക്കിയുണ്ടോ? അത് തീർക്കാനാണോ? ഡാഡി സംശയിക്കുന്ന പോലെ എന്നെങ്കിലും സംശയിക്കരുത്. എനിക്ക് സങ്കടം വരും. അയ്യോ, ഇനി ഇതിന്റെ പേരിൽ സങ്കടപ്പെടണ്ട. ഞാൻ വിളിച്ചു തരാം, നീ സംസാരിക്കും. അത് വേണ്ട, തന്നെ അങ്ങ് സംസാരിച്ചാ മതി. അപ്പോഴേക്കും ഞാൻ ചെന്ന് ഭക്ഷണം എടുത്തു വെക്കാം. ശരി. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നാളെ നമ്മുടെ ഹോസ്പിറ്റല് വീണ്ടും തുറക്കുന്നു. അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. ദേവികയെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വിളിച്ചത്. അല്ല, അതിപ്പോ അങ്ങനെ വലിയ ചടങ്ങൊന്നുമില്ല. ഞാൻ, അക്ഷര, ജയശങ്കർ സാർ, പിന്നെ ദേവിക, നമ്മൾ 4 പേരെ അവിടെ ഉണ്ടാവും. അപ്പോ അമ്മ വരുന്നില്ലേ? ഏയ്, അമ്മ വരുന്നില്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനും വരുന്നില്ല ഡോക്ടർ. ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. അത് പോരെ ഡോക്ടർ? ഇത് എന്റെ ക്ഷണമല്ല, അക്ഷര പറഞ്ഞിട്ട് ഞാൻ വിളിക്കുന്നതാ. ദേവിക വന്നില്ലെങ്കിൽ അവൾക്കത് വിഷമാവും. അക്ഷര മാഡം പറഞ്ഞോ എന്നെ വിളിക്കാൻ? പറഞ്ഞു. ദേവികയോടിപ്പോ ദേഷ്യമൊന്നുമില്ല. അക്ഷരയുടെ മനസ്സിലുണ്ടായിരുന്ന കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു പോയി. ദേവികയും നാളെ അവിടെ ഉണ്ടാവണമെന്ന് അക്ഷര നിർബന്ധം പറഞ്ഞു. ഡോക്ടർ, ഞാനിവിടെ അച്ഛനോടും അമ്മയോടൊന്ന് ചോദിച്ചിട്ട്. മതി, അവര് സമ്മതിക്കും. ഓക്കെ ദേവിക,
അച്ഛനോട് സംസാരിച്ചിട്ട് വിളിക്ക്. ആരാ മോളെ വിളിച്ചത്? നിരഞ്ജൻ ഡോക്ടറാണ്. അതെ അച്ഛാ, നാളെ ഹോസ്പിറ്റൽ തുറക്കുന്ന കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ അടുത്ത കുരുക്ക് കഴിഞ്ഞു. ഇവിടുത്തെ അസൂയക്കാരെങ്ങനെ സഹിക്കുമെന്തോ. ആ എന്തായാലും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരുന്നുണ്ടല്ലോ, അത്രയും സന്തോഷം. അച്ഛാ, നാളെ ഞാനും കൂടി ചെല്ലണമെന്ന് നിരഞ്ജൻ ഡോക്ടർ പറഞ്ഞു. അക്ഷര മാഡം പ്രത്യേകം പറഞ്ഞു എന്ന്. ആ, അത് പിന്നെ അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ മോളെ? മോള് പോണം. ആശുപത്രി വീണ്ടും തുറക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി മോൾ ഒരുപാട് പ്രാർത്ഥിച്ചത്. അതെ മോളെ, മോള് സന്തോഷത്തോടെ രാവിലെ പോയിട്ട് വാ. ഇത് സോമന ചേച്ചൻ എവിടുന്ന് കളഞ്ഞു കിട്ടിയെന്നാ പറഞ്ഞേ? കളഞ്ഞു കിട്ടിയിരുന്നോ? കടലിൽ നിന്ന് ഭഗവാൻ കൊടുത്തതാ. അയ്യോ, ഞാനത് മറന്നുപോയി. വൈകുണ്ഠത്തിൽ പള്ളികൊള്ളുന്ന അനന്തശയനം നടത്തുന്ന ഭഗവാൻ പാൽക്കടലിലൂടെ എനിക്കായി ഒഴുക്കിവിട്ട സമ്മാനം, ഒരു നിധി. ഓ, ഭയങ്കരം. എന്നാലും സോമൻ ആ സമയത്ത് ധനുഷ്കോടിയിൽ കടലിൽ ഇറങ്ങി കുളിക്കാനും കൃത്യസമയത്ത് കയ്യിലേക്ക് ഈ ശംഖ് വന്ന് കയറാനും ഒക്കെ ഇടയായതേ ഈ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടാ. പിന്നെ അല്ലാതെ സോമനച്ഛൻ എന്താ ഇപ്പൊ കറക്കി നോക്കിയേ? അതെ, ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും എവിടാന്ന് ഇനി എങ്ങോട്ടാ പോണ്ടേന്ന് തീരുമാനിക്കണ്ടേ? ആഹാ, ഇതാണോ ചിറ്റപ്പന്റെ മാന്ത്രിക ശംഖ്? അതെ, ഇതിവിടുത്തെ പൂജാമുറിയിൽ വെക്കേണ്ടതാ. അയ്യോ, അത് വേണ്ട. സുതിമോന്റെ ചിതാഭസ്മ കലശ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ട് ഈ മാന്ത്രിക ശംഖ് വെച്ചിട്ടേ ഇതിന്റെ പവറെങ്ങാനും ചോർന്നു പോയാലോ? അതും ശരിയാ. ആ, നിനക്കെന്താടാ മുഖത്ത് വലിയൊരു സന്തോഷം ചിരിയൊക്കെ? ആ, ഒരു സന്തോഷ വാർത്ത പറയാൻ വന്നാ മുഖത്ത് സന്തോഷം ചിരിയൊക്കെ വരാതിരിക്കുമോ അമ്മേ? എന്താടാ ചത്തുപോയ നിന്റെ അച്ഛൻ തിരിച്ചു വരുന്നു? അയ്യോ, അങ്ങനെ ഒരു ഓഫർ ദൈവം അദ്ദേഹത്തിന് കൊടുത്താലും അച്ഛനോ സ്വീകരിക്കത്തില്ല.